ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിറ്റർമിനൻസ് ആണ്. മെട്രിക്സിലെ ഡിറ്റർമിനൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ഡിറ്റർമിനൻസ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. ഓക്കെ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ഈ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ ദ ട്രാൻസ്പോസ്? ഡെഫിനിഷൻ നോക്കുക. എ മെട്രിക്സ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് ഈസ് കാൾഡ് എ ട്രാൻസ്പോസ്. അതായത് നമുക്കൊരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു, ഞാനൊരു 2x2 മെട്രിക്സ് എടുക്കുന്നു. 2, 3, 7 and 8. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. അപ്പം ഈ ഒരു മെട്രിക്സിൻ്റെ റോയും കോളം, ഏതാണ് റോ ഏതാണ് കോളം എന്ന് നിങ്ങൾക്കറിയാം. റോയും കോളവും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം. അതായത് റോ ആയി നിൽക്കുന്നതൊക്കെ കോളമാക്കിയത്, കോളമാക്കി നിൽക്കുന്നതൊക്കെ റോ ആക്കിയത്. അപ്പോൾ റോ എന്താ ഇവിടെ 2, 3 എന്നാണ് ഫസ്റ്റ് റോ. 2, 3നെ ഫസ്റ്റ് കോളമാക്കി എഴുതുന്നു. 7, 8 ആണ് സെക്കൻഡ് കോളം. 7, 8 ആണ് സെക്കൻഡ് റോ. 7, 8 സെക്കൻഡ് കോളമാക്കി എഴുതുന്നു. 7, 8 മെട്രിക്സ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടും. ഈ മെട്രിക്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പോസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത് എ ഡാഷ് അല്ലെങ്കിൽ എ റേസ് ടു ടി അല്ലെങ്കിൽ എ റേസ് ടു ക്യാപിറ്റൽ ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, സോ വാട്ട് എവർ എ ട്രാൻസ്പോസ്. ഓക്കെ, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെട്രിക്സ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ്. അതിനാണ് നമ്മൾ എന്താ പറയുക, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയാം. സോ സപ്പോസ് എ ഈസ് എ മെട്രിക്സ്, ദെൻ ദ എ ട്രാൻസ്പോസ് ഇസ് ഡിനോട്ടഡ് ആസ് എ ഡാഷ് ഓർ എ റേസ് ടു ടി. ചിലപ്പോൾ അത് സ്മോൾ ലെറ്റർ ടിയിലും കാണിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ട്രാൻസ്പോസ് എന്ന് മനസ്സിലായില്ലേ? സി എക്സാമ്പിൾ നോക്കിക്കോളൂ. എ ഈസ് എ 3x4 മെട്രിക്സ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു 3x4 മെട്രിക്സ് ആണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 റോയും 4 കോളംസ് കാണാൻ പറ്റും. റോയും കോളമൊക്കെ മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ ആ വീഡിയോ കാണണം. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 2, 3, 4, 1, 3, 4, 2, 5 എ എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ എ ട്രാൻസ്പോസ് നോക്കൂ. ഫസ്റ്റ് കോളം ഉള്ളത് എന്തായി? ഫസ്റ്റ് റോ ആയി. അതായത് ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആയിരുന്നു. അത് നേരെ ഫസ്റ്റ് കോളമായി മാറി. കണ്ടില്ലേ? ദെൻ 2, 3, 4, 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ എന്തായി? സെക്കൻഡ് കോളമായി. 2, 3, 4, 1. വേറൊരു ചേഞ്ചും ഇല്ല. മൂന്നാമത്തെ നോക്കുക. 3, 4, 2, 5. 3, 4, 2, 5 എന്ന് പറയുന്ന മൂന്നാമത്തെ റോ 3, 5, 2, 5 എന്ന മൂന്നാമത്തെ കോളമായി മാറി. സോ അങ്ങനെ കിട്ടുന്ന മെട്രിക്സ് ആണ് എന്ത് പറയുന്നത്? ട്രാൻസ്പോസ് മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെറ്റ് us കൺസിഡർ സം പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ഈ ഇങ്ങനെ ട്രാൻസ്പോസ് ചെയ്ത മെട്രിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ മെട്രിക്സ് ഈസ് ട്രാൻസ്പോസ് ഇറ്റ്സ് ട്രാൻസ്പോസ്. അതായത് ഒരു മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തു, വീണ്ടും അതിനെ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ നോക്കുക. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2, 3, 7, 8 ആണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത മെട്രിക്സ്. അതിൻ്റെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 2, 7, 3, 8 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഈ എ ട്രാൻസ്പോസിനെ നമ്മൾ ഒന്നും കൂടെ ട്രാൻസ്പോസ് ചെയ്യാം. ഓക്കെ, എ ട്രാൻസ്പോസ് ഓ ട്രാൻസ്പോസ്, അതിനൊന്നും കൂടെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ വീണ്ടും എന്താ വരിക? 2, 3, 7, 8. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, എ മെട്രിക്സ് ഈസ് ട്രാൻസ്പോസ് ഓഫ് ഇറ്റ്സ് ട്രാൻസ്പോസ്. ആ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ആണ് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. എ ട്രാൻസ്പോസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ആൻഡ് സ്കേലാർ ഈസ് ഈക്വൽ ടു ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സ്കേലാർ ബൈ ദി ട്രാൻസ്പോസ് ഓഫ് ദാറ്റ് മെട്രിക്സ്. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് 2a എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട് വിചാരിച്ചു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ മെട്രിക്സ് എടുക്കുക 2, 3, 7, 8. അപ്പോൾ 2a എന്ന് പറയുന്ന മെട്രിക്സ് എന്താ വരിക? നമുക്കറിയാം, പ്രൊഡക്റ്റ് അറിയാം. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ കാണാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണും. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ഓപ്പറേഷനിൽ പറഞ്ഞിട്ടുണ്ട്. 2a എന്ന് പറയുന്നത് വരിക 2 × 2 4, 3 × 2 6, 7 × 2 14, 8 × 2 16. ഓക്കെ, അപ്പോൾ നമുക്ക് 2a ഓ ട്രാൻസ്പോസ് എടുക്കുക. അതായത് 2a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്
2A ട്രാൻസ്പോസ് എടുക്കുക എത്ര വരിക? 4, 14, 6, 16. ഇതാണ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ വരെ. ഇനി നിങ്ങൾ 2 ഇൻറ്റു എ ട്രാൻസ്പോസ്, അതായത് എ ട്രാൻസ്പോസ് എടുത്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു മെട്രിക്സ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എത്ര വരിക? 2, 7, 3, 8. ഇങ്ങനെയല്ലേ വരിക? ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ, അപ്പോഴും തന്നെയല്ലേ 4, 14, 6, 16. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. അതാണ് ഈ പറഞ്ഞത് കേട്ടോ. ട്രാൻസ്പോസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ആൻഡ് സ്കേലാർ ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സ്കേലാർ ബൈ ദ ട്രാൻസ്പോസ് ഓഫ് ദാറ്റ് മെട്രിക്സ്. അതാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കുക. ദ ട്രാൻസ്പോസ് ഓഫ് ദ സം ഓഫ് ടു മെട്രിക്സസ് ഈസ് ദ സം ഓഫ് ദെയർ ട്രാൻസ്പോസ്. നേരത്തെ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ്റെ വേറൊരു ഓർഡറാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? എ ആൻഡ് ബി ആർ എനി ടു മെട്രിക്സസ് ദെൻ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അതായത് എയും ബിയും രണ്ട് ട്രാൻസ്പോസ് ആണ്, രണ്ട് മെട്രിക്സ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എയും ബിയും സം ചെയ്ത് ട്രാൻസ്പോസ് ചെയ്താലും എ ട്രാൻസ്പോസ് ചെയ്യുക, ബി ട്രാൻസ്പോസ് ചെയ്യുക, എന്നിട്ട് സം ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും വരിക? ഒന്നായിരിക്കും വരിക. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞത്. ദ ട്രാൻസ്പോസ് ഓഫ് ദ സം ഓഫ് ടു മെട്രിക്സസ് ഈസ് ദ സം ഓഫ് ദെയർ ട്രാൻസ്പോസസ്. ദെൻ നാലാമത്തെ പ്രോപ്പർട്ടി, ദ ട്രാൻസ്പോസ് ഈഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ട്രാൻസ്പോസ് ഇൻ റിവേഴ്സ് ഓർഡർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ഇൻറ്റു ബി. എ ആൻഡ് ബി ആർ എനി ടു മെട്രിക്സസ് ദെൻ എ ബി ഈസ് കോൾഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് മെട്രിക്സസ്. ഓക്കെ, സോ എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, അതായത് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതാണ് എ ബി മെട്രിക്സ് എന്ന് പറയുന്നത്. അതിനെ ട്രാൻസ്പോസ് ചെയ്യുന്നു. അതിനോട് എന്തായിരിക്കും? ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റിവേഴ്സ് ഓർഡറിലുള്ള ട്രാൻസ്പോസ് എന്താണ്? ഈക്വൽ ആവുമെന്നാണ് പറയുന്നത്. അതായത് എ ബി ഓ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. കേട്ടോ, ഇതൊരു OMR ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, എ ബി ഓ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അതാണ് ഈ പറഞ്ഞത്. എന്താണ്? ദ ട്രാൻസ്പോസ് ഈഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ട്രാൻസ്പോസ് ഇൻ റിവേഴ്സ് ഓർഡർ. തിരിച്ച് ബി ഇൻറ്റു എ വരും. ഓക്കെ, അതിൻ്റെ ട്രാൻസ്പോസിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് 4 പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടേമാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് ആദ്യം നോക്കാം. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് ആദ്യം നോക്കാം. എനി മെട്രിക്സ് എ ഈസ് കാൾഡ് സ്ക്യൂ സിമെട്രിക്സ്, ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. അതായത് ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, എ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിന് നമുക്ക് ട്രാൻസ്പോസ് എടുക്കാം. അതാണ് നമ്മൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ എയും എ ട്രാൻസ്പോസും ഈക്വൽ ആണ് ഇൻ സം വേ. എങ്ങനെ വെച്ചാൽ മൈനസ് ഓഫ് എ എന്ന് പറയുന്നത്, അതായത് എ ട്രാൻസ്പോസിൽ അഡീഷണൽ ആയിട്ട് എന്തുണ്ടാവും? ഒരു മൈനസ് നമ്പർ ഉണ്ടാവും. ആ മൈനസ് നമ്പറിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? എ ട്രാൻസ്പോസും എയും ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കോ. എ ഈക്വൽ ടു മെട്രിക്സ് 0, 1, -2, -1, 0, 3, 2, -3 ആൻഡ് 0. ഇതിൻ്റെ എ ട്രാൻസ്പോസ് എന്ത് വരും? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു 0, -1, 2. ഓക്കെ, 1, 0, -3, -2, 3 ആൻഡ് 0. ഇങ്ങനെ വരാം. ഓക്കെ, അപ്പം നിങ്ങൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഒന്ന് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. -1 ഇൻറ്റു എ. -1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു 0 -0, -1 ഇൻറ്റു -1 ഇൻറ്റു 1 -1, -1 ഇൻറ്റു -2 +2, -1 ഇൻറ്റു -1 +1, -1 ഇൻറ്റു 0 0, -1 ഇൻറ്റു 3 -3, -1 into 2 -2, -1 into -3 3, -1 into 0 0. ഇപ്പോൾ നോക്കൂ, -1 into a എന്ന് പറഞ്ഞാൽ മൈനസ് എ ആണ്. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സും ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സും നോക്കൂ, ഈക്വൽ അല്ലേ? 0 0, -1 -1, 2 2, 1 1, 0 0, -3 -3, -2 -2, 3 3, 0 0. അപ്പോൾ
എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ, ഈ ഒരു ഓർഡറിൽ, അതായത് മൈനസ് ഒരു കോമൺ ആയിരിക്കും, ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ട്രാൻസ്പോസും എ ട്രാൻസ്പോസിനോട് ഈക്വൽ ആവും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്ന് നോക്കുക. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ, അതായത് ഏതിന് റോയും കോളം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക, ഒറിജിനൽ മെട്രിക്സ് തന്നെ വരിക. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഒരു എക്സാമ്പിൾ നോക്കുക. എ ഈസ് ഈക്വൽ ടു 1 2 1 2 1 3 1 3 5. ഇതാണ് എ എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ എ ട്രാൻസ്പോസ് മെട്രിക്സ് എന്താ വരിക? എ ട്രാൻസ്പോസ് മെട്രിക്സ് നോക്കിയാൽ റോയും കോളം ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. 1 2 1 2 1 3 1 3 5. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെ പറയുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളോടൊക്കെ ഇത് OMR ക്വസ്റ്റ്യനിൽ ചോദിക്കാനേ ഉള്ളൂ. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്ന് മനസ്സിലായോ? എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് മനസ്സിലായോ? സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a വരണം. ഓക്കെ, അങ്ങനെയുള്ള മെട്രിക്സ് ആണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അതുപോലെ തന്നെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുക, ട്രേസ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്? Trace of a matrix is the sum of the elements of the leading diagonal elements. അതായത് ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ് ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മായി കിട്ടുന്നതിനാണ് എന്ത് പറയുക? ട്രേസ് എന്ന് പറയാം. ഇവരുടെ ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? 1 -1 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മ് നോക്കൂ. 1 + -1 + 2 which is equal to 1 - 1 0 + 2 which is equal to 2. സോ ഈ മെട്രിക്സിൻ്റെ ട്രേസ് എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മ് വരുന്നത് എന്താണോ അതാണ് എന്ത് പറയുന്നത്? ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അപ്പം തന്നെ ഞാൻ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.